പ്രിയമുള്ളവരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള സ്വഹാബത്തിനോട് പറയാ, ഖസ്വലതാനി ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ കിട്ടാനില്ല. അതായത് കിട്ടാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട കാര്യം രണ്ട് കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പ്രശ്നമില്ല. ഖസ്വലതാനി ലാ ശൈഅ അഖ്ബതു മിൻഹുമാ, ആ രണ്ട് കാര്യത്തേക്കാൾ വൃത്തികേട് മോശപ്പെട്ട കാര്യം വേറെ ഒന്നുമില്ല. ഏറ്റവും മോശം ആ രണ്ട് കാര്യം അത് ജീവിതത്തിലുണ്ടായാലോ അവൻ ഈ ലോകത്ത് തന്നെ തകരും. ഏതാ ഏറ്റവും പ്രോത്സാഹനമായ, ഏറ്റവും പുണ്യമാക്കപ്പെട്ട രണ്ടു കാര്യം? ഏറ്റവും മോശമായ രണ്ട് കാര്യം ഏതാ? രണ്ട് നമ്മൾ അറിയണം. ഇതറിഞ്ഞിട്ട് അതിൽ നിന്ന് നന്മ നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായും ഡെയിലി നമുക്ക് അല്ലാഹു മനോഹരമായ മബ്റൂറായ ഹജ്ജിൻ്റെ കൂലി തന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൗഢമാണ് ആ കാര്യം. ആ കാര്യം ചെയ്യാനോ ഒരു കഷ്ടപ്പാടുമില്ല, പ്രയാസമില്ല, എളുപ്പമാണ്. ഏതാണ് ഈ ഹദീസിൽ പറയുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ? ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് അൻവാറെ ഫജറിൻ്റെ കുടുംബം കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുട്ടുകുടുംബാദികൾ, അയൽവാസികൾ, വേണ്ടപ്പെട്ടവർ, നമ്മൾ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയി വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, സുഹൃതങ്ങൾ, പുണ്യമാക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് നമ്മുടെ നന്മയുടെ റെക്കോർഡിലേക്ക് ആഡ് ചെയ്യപ്പെടാൻ കൊതിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ, ആണല്ലോ. അതിന് ഏറ്റവും എഫക്റ്റീവായൊരു ഹദീത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. അത് നമ്മുടെ കാതിലൂടെ ഖൽബിലേക്ക് കയറേണ്ട ഹദീത്താണ്. എന്താ ഹദീത്തിൽ പറയുന്നത്? ഖസ്വലതാനി ലാ ശൈഅ അഫ്ളലു മിൻഹുമാ അൽ ഈമാനു ബില്ലാഹി വന്നഫ്ഉ ലിൽ മുസ്ലിമീന. ഖസ്വലതാനി ലാ ശൈഅ അഖ്ബസു മിൻഹുമാ അശ്ശിർക്കു ബില്ലാഹി വദ്ദുർറു ലിൽ മുസ്ലിമീന. ശ്രദ്ധേയമായ ഹദീത്താണ്. എന്താ ഹദീത്തിൽ പറയുന്നത്? ഖസ്വലതാനി, രണ്ടു കാര്യങ്ങൾ ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, ആ രണ്ടു കാര്യത്തിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു കാര്യവും ഇനി ഈ ദുനിയാവിൽ പ്രപഞ്ചത്തിലില്ല. അതാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട കാര്യം. വളരെ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു അമൽ ചെയ്യാൻ, ഒരു കർമ്മം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മുന്നിടുമ്പോൾ ഇതിനേക്കാൾ പുണ്യമായൊരു കാര്യം വേറെ ഉണ്ടെന്ന് വിചാരിക്കേണ്ട. അത്രയേറെ പെർഫെക്റ്റാണ് കാര്യം, അത്രയേറെ പുണ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം. ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, ഇതിനേക്കാൾ വലിയൊരു കാര്യം നിങ്ങൾ തേടി പോകേണ്ട, നടക്കില്ല അത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയിൽ ടോപ്പിൽ നിൽക്കുന്ന കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാ രണ്ട് കാര്യം എന്ന് പറഞ്ഞു? ഏതാ? അൽ ഈമാനു ബില്ലാഹി, ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഈമാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കാര്യം. അതിനെ മറികടക്കാൻ ഈ ഒരു കാര്യമില്ല. ഏറ്റവും ടോപ്പിൽ ഈമാനാണ്. അള്ളാഹു നിറഞ്ഞ ഈമാൻ നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈമാൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കാര്യമാണ്. അതിനേക്കാൾ മറികടക്കാൻ ഒന്നുമില്ല. പിന്നെയോ അതിനോട് ചേർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രണ്ടും ഒരുമിച്ച് കൂട്ടി പറയാം, ചേർത്തി പറയാം. ഇനി തൊട്ട് ചേർന്ന് നിൽക്കുന്ന അതിനേക്കാൾ വലിയൊരു പുണ്യം ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, ഇതിനേക്കാൾ വലിയൊരു പുണ്യം വേറെ ഇല്ല എന്ന് കറതീർത്ത് പറഞ്ഞിട്ട് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? സമയാകുമോ നിസ്കരിക്കുക എന്നുള്ളതല്ല, വർഷത്തിൽ ഒരു തവണ നമ്മൾ സകാത്ത് കൊടുക്കാമെന്ന് പറയുന്നതല്ല, പിന്നെ ഹജ്ജിന് പോകാമെന്ന് പറയുന്നതല്ല. അതൊക്കെ പുണ്യമാക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഈമാനോട് ചേർത്തി ഈ ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നന്മ എന്താണെന്നറിയോ? എന്താ നന്മ? വന്നഫ്ഉ ലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉപകാരം ചെയ്തു കൊടുക്കണം, ഹെൽപ്പ് ചെയ്തു കൊടുക്കണം. അതിനെ മറികടക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു നന്മയും ബാക്കിയില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നന്നായിട്ട് ആലോചിക്കണം. മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുക, അത് ഭയങ്കര കാര്യമാണ്. ദീനിൽ ടോപ്പിൽ നിൽക്കുന്ന, ഈമാനോട് അടുത്ത് നിൽക്കുന്ന കാര്യമാണ് മുസ്ലിമീങ്ങൾക്കുള്ള ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്ക് കൊണ്ടായിരിക്കും ഉപകാരം. ഒരു വാക്ക് ഇടപെട്ട് നമ്മൾ സംസാരിച്ചു, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഫോൺ ചെയ്തു,
അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന കോളൊന്ന് അറ്റൻഡ് ചെയ്തു, നമുക്ക് സന്ദർഭമുണ്ടായി, സമയം യോജിച്ചു വന്നു, ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ അവസരമുണ്ടായി, തീർച്ചയായും അതിനെ പരിഗണിച്ചു കൊടുക്കണം. അതിനെ പരിഗണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് ഏറ്റവും പ്രൗഢമായ കൂലിയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാമെന്ന് പറയുന്നത് ഏറ്റവും വലിയ നന്മയാണ്. അതിപ്പോൾ മുസ്ലിമീങ്ങൾക്ക് എന്ന് ഈ ഹദീസിൽ എടുത്തു പറഞ്ഞതുകൊണ്ട് അവർക്ക് മാത്രം, നമ്മുടെ സമുദായത്തിന് മാത്രം, നമ്മുടെ സമൂഹത്തിന് മാത്രം, ഖൗമിന് മാത്രം എന്ന് നമ്മൾ ധരിക്കണ്ട. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളെക്കുറിച്ച് പറയുന്ന ഹദീസ് ഈ കിതാബിൽ തന്നെ മഹാന്മാർ അതിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹദീസിൽ പറയുന്നത് അഹബ്ബുൽ ഇബാദി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടം, അള്ളാഹുവിനോട് അള്ളാഹുവെ നിനക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇഷ്ടം ആരോടാണെന്നാണ് പറയുന്നത്. ആർക്കാണ്? അൻഫഉന്നാസി ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സഹായം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന മനുഷ്യൻ. ജനങ്ങൾക്ക് പലരും പല സഹായം ചെയ്തു കൊടുക്കും. ആ ചെയ്തു കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്നവർക്കോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ജനങ്ങൾക്ക്, അവിടെ മുസ്ലിമീങ്ങളെന്നില്ല, ഏതു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏതു പ്രത്യയശാസ്ത്രത്തിൻ്റെ അനുയായിയാണെങ്കിലും, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കുടുംബത്തെ പോലെ ജീവിക്കേണ്ട നമ്മുടെ സഹോദര സമുദായം ആരും ആയിക്കോട്ടെ, അവർക്ക് നമ്മൾ ഒരു ഉപകാരം നഫ് ചെയ്തു കൊടുക്കൽ മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അത് ചെയ്തു കൊടുക്കുന്നതിലൂടെ എന്തുണ്ടാവുക? അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ആളാവും, ഏറ്റവും വലിയ ആളാവും. ഇത്ര മനോഹരമായിട്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റില്ലേ ഈ ഹദീസ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഗുണം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായും അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായി അവൻ്റെ ഈമാനിനോട് ചേർത്ത് സ്വീകരിക്കുന്ന കാര്യമാണ്. ലാ ശൈഅ അഫ്ളലു മിൻഹുമാ, ഇതിനേക്കാൾ വലിയൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്കുള്ള ഉപകാരങ്ങൾ, അവർക്ക് വേണ്ടി ഒന്ന് നിന്നുകൊടുക്കുക, അവർക്ക് വേണ്ടി ഒന്ന് കേട്ടുകൊടുക്കുക, അവർക്ക് വേണ്ടി ഒന്ന് പറയുക, അവർക്ക് വേണ്ടി സഹായങ്ങൾ സാമ്പത്തികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അത് അല്ലാഹുവിന് മുന്നിൽ വലിയ അമലാണ്. എന്നാൽ ഖസ്വലത്താനി, രണ്ടു കാര്യമുണ്ട്. ലാ ശൈഅ അഖ്ബസു മിൻഹുമാ, അതായത് അതിനേക്കാൾ മോശമായ വേറൊന്നുമില്ല, ഏറ്റവും വൃത്തികെട്ട കാര്യമാണ്. അതിനേക്കാൾ അതിൻ്റെ താഴിന് വേറെ കാര്യമുണ്ടോ? ഇല്ല, ഏറ്റവും മോശം ഈ രണ്ട് കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുക. പടച്ചോനിൽ പങ്കുകാരെ ചേർക്കുക അള്ളാഹിനെ കൊണ്ട് മാത്രം പറ്റില്ല എന്ന് പറയാം. അള്ളാഹുവിൽ പങ്കുകാരെ ചേർത്ത് കൊണ്ടുള്ള ഒരു പരിപാടിയും അള്ളാഹു മാപ്പാക്കൂല എന്ന് മാത്രമല്ല, അത് ഏറ്റവും ഖബീസായ കാര്യമാണ്. അതിനേക്കാൾ വൃത്തികെട്ട കേസ് വേറെ ഇല്ല. അള്ളാഹുവിൽ ആരെയും പങ്കേർക്കാൻ പാടില്ല. അള്ളാഹു അഹദ്, അവൻ ഒരുവനാണ്, അവനെ കൊണ്ട് പറ്റും സകലതും. ഇതാണ് മുഅ്മിൻ, ഇതാണ് മുസ്ലിം. അപ്പോൾ കലർപ്പില്ലാത്ത ഈമാൻ, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. എന്നാൽ ഏറ്റവും മോശപ്പെട്ട കാര്യം ഈമാനിൽ കലർപ്പുണ്ടാവുക, അതുണ്ടാകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. രണ്ടാമത്തെ കാര്യമോ, ഈമാനൊക്കെ ശ്രദ്ധിച്ചു പോകും, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കും, ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ അതിനോട് ചേർത്തി മറ്റൊരു വിഷയം കൂടെ പറഞ്ഞു, ലാ ശൈഅ അഖ്ബസു മിൻഹുമാ, ഇതിനേക്കാൾ മോശം വേറൊരു കേസുമില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം വദ്ദുർറു ലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുക. മുസ്ലിമീൻ എന്ന ഹദീസിൽ എടുത്തു പറഞ്ഞെന്നുള്ള ശരിയാണ്. ഏതൊരു മനുഷ്യനും പ്രയാസം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കേസാണ്. ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, ഇന്നത്തെ സുബഹി ഖളാ ആയിപ്പോയി, നഷ്ടപ്പെട്ടു പോയി, അത് ഖളാ വീട്ടിയിട്ട് അള്ളാഹിനോട് പുറത്തിരണേ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്ത് തരൂല എന്ന് പറഞ്ഞിട്ടില്ല. വേറൊരു കണ്ടീഷനും ഇല്ല അതിനകത്ത്, മനസ്സ് കരഞ്ഞാൽ മതി. എന്നാൽ മറ്റൊരാളെ പ്രയാസപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അടിയെടുത്ത് തല്ലൊന്നും വേണ്ട. നാലാൾ കൂടി നിൽക്കുമ്പോൾ അയാളുടെ ഇരട്ടപ്പേര് വിളിച്ചു, അല്ലെങ്കിൽ അയാളെ ഗോഷ്ഠി കാണിച്ച് അയാളെ ഒന്ന് കളിയാക്കി, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ചില ആംഗ്യഭാഷകൾ കാണിച്ച് അയാളെ ഒന്ന് പ്രയാസപ്പെടുത്തി മതി. അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ ഗ്രൂപ്പിലേക്ക് അയച്ചുകൊണ്ട് അയാളെ ചുമ്മാ ഒന്ന് ട്രോളി, ഇത്ര ഉണ്ടായുള്ളൂ, ഒന്നങ്ങോട്ട് ട്രോളിയുള്ളൂ. ആരും മുസ്ലിം ആകണമെന്നില്ല, അയാൾക്ക് മനസ്സിന് വേദനയുണ്ടായി, പണി ഉറപ്പാണ്. അള്ളാഹു അത് ഹജ്ജ് ചെയ്താലും മാപ്പാക്കില്ലാത്ത കേസാണ്. ഗൗരവമുള്ള വിഷയമാണ്, അത്യാവശ്യം ഗൗരവമാണ് ഈ വിഷയം. അത് അഖ്ബസു മിൻഹുമാ ലാ ശൈഅ, ഇതിനേക്കാൾ വൃത്തികെട്ട കേസ് വേറെ ഇല്ല. അപ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന അവസ്ഥ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൻ അസ്ബഹ ലാ യൻവി ദുൽമ അലാ അഹദിൻ, ഒരാൾ രാവിലെ എഴുന്നേറ്റപ്പോൾ മനസ്സിലിങ്ങനെ ഒരു നിയ്യത്ത് ചെയ്തു, അല്ലാഹുവേ ഇന്ന് ഒരാളെയും ഞാൻ ആക്രമിക്കില്ല, ഒരാളെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കില്ല, ആരെയും ഞാനിന്ന് പ്രയാസപ്പെടുത്തില്ല എന്ന നിയ്യത്ത് കൊണ്ടൊരാൾ രാവിലെ എഴുന്നേറ്റാൽ ഉഫിറ ലഹു മാ ജനാന,
അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അക്കാരണം കൊണ്ട് പൊറുക്കപ്പെടുന്നു. ആലോചിച്ച് നോക്കി, എഴുന്നേറ്റിട്ട് ഒളു എടുത്തില്ല, നിസ്കരിച്ചില്ല, മറ്റു ദിക്ർ സ്വലാത്തിലേക്കൊന്നും പോയിട്ടില്ല. അതിനു മുമ്പേ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ്റെ നിയ്യത്ത് എന്താ? അല്ലാഹുവേ, ഇന്ന് ഞാൻ ആരെയും പ്രയാസപ്പെടുത്തൂല, ഒരാളെ, ഒരു കുട്ടിയെ പോലും വേദനിപ്പിക്കില്ല, ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് മതിയാകും. അതോടൊപ്പം അല്ലാഹുവെ ആക്രമിക്കപ്പെടുന്ന മറ്റാളുകൾ മുഖേന വാക്കുകൊണ്ടോ കമൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു അക്രമം ഏത് നിലക്കും വേറൊരാൾ ആക്രമിക്കപ്പെട്ടാൽ അവരെ സഹായിക്കണം, അവരുടെ കൂടെ നിൽക്കും, ആക്രമിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കും. ഒരാളെയും ആക്രമിക്കപ്പെടാൻ പാടില്ല, ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിൽ ഇടപെടും. എന്തിനാ അങ്ങനെ പറയുന്നത്? അത് മോശമല്ലേ, അയാൾക്ക് വേദന ഉണ്ടാക്കൂല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടപെട്ട് അവരെ ഞാൻ സഹായിക്കും. ആക്രമിക്കപ്പെടുന്നവനെ സഹായിക്കാൻ റെഡിയാണ്. മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യും അല്ലാ എന്ന നിയ്യത്തിയാനുള്ള മനസ്സിൽ ഉണ്ടെങ്കിൽ കാനത്ത് ലഹു അജിരി ഹജ്ജത്തിൻ മബ്റൂറത്തിൻ, അത് മബ്റൂറായ ഹജ്ജിൻ്റെ കൂലി അല്ലാഹു രേഖപ്പെടുത്തും എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പരിഗണിക്കേണ്ടത് ഈമാനും മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം ശിർക്ക്, അല്ലാഹുവിൽ പങ്കെടുക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, പ്രയാസപ്പെടുത്തുക. അതിന് ഭയങ്കര വില കൊടുക്കേണ്ടി വരും. ഒരാളെ പ്രയാസപ്പെടുത്തിയാൽ ആ പ്രയാസപ്പെടുത്തിയ അതേ സെയിം ടു സെയിം പ്രയാസപ്പെടേണ്ടി വരാതെ മരിക്കാൻ പറ്റൂല. ഹദീത്ത് കാണാം. ആ പ്രയാസം ഏൽക്കേണ്ടിയും വരും, അള്ളാഹിൻ്റെ മുന്നിൽ ശിക്ഷ ഏൽക്കേണ്ടി വരും, ഇയാളുടെ കാലിൽ കിടന്ന് മാപ്പ് ചോദിക്കേണ്ടി വരും. ഗൗരവമുള്ള വിഷയമാണ്. ഒക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനോഹരമായി ജീവിതത്തിൽ, സ്വഭാവത്തിലും, പെരുമാറ്റത്തിലും, നോട്ടത്തിലും, കേൾവിയിലും, സംസാരത്തിലുമെല്ലാം സജ്ജീകരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹിൻ്റെ പൊരുത്തം നൽകട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ മുറാദും അല്ലാഹു ഹസിലാക്കട്ടെ. എല്ലാവരുടെ പ്രയാസം അല്ലാഹു മാറ്റിത്തരട്ടെ. ഇരുലോകത്തും ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് മരിച്ചവർക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله